നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം 31-ാമത്തെ ദശകം. അതിൽ 8-ാമത്തെ ശ്ലോകം ഞാൻ വായിച്ചു വെച്ചു. 8, 9, 10 ശ്ലോകം ഇപ്പോൾ പറയാം. വാമനാവതാര ചരിതം 2 ദശകങ്ങളിലായിട്ട് 20 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു. അത് 6 ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അത് 6-ാമത്തെ ഭാഗമാണ്. നമുക്ക് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഓം താവദ്ദൈത്യാസ്തു അനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവദനുചരൈः സംഗതോ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാൽ പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാതേഥ പാതാളമാപു. അഥ അനന്തരം അതിനുശേഷം ഹേ ദേവ, അല്ലയോ ഭഗവാനെ, താവത് ആ സമയത്ത് ദൈത്യഹ തു ഈ അസുരന്മാര്, ബലിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മന്ത്രിമാരായാലും സൈന്യമായാലും കൂട്ടുകാർ പലരും ഉണ്ടല്ലോ, അവരൊക്കെ ഭർത്തുഹു അനുമതിയും, ഈ ഭർത്താവ് എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ ഭരിക്കുന്നയാള്, അവിടെ ബലിയാണ് ഇപ്പോൾ രാജാവായിട്ട് അസുരന്മാർക്ക് വരിക. അപ്പോൾ അസുരന്മാരുടെ ഭർത്താവ് ബലിയാണ്. ഭർത്തുഹു ആ ബലിക്ക് അനുമതിയും ഹൃദയഹേ അനുവാദം കൂടാതെ കണ്ട് തന്നെ ആരബ്ധയുദ്ധ യുദ്ധം ആരംഭിച്ചവരായിട്ട്. അവിടെ എന്താ കുഴപ്പമെച്ചാൽ ഈ യജ്ഞദീക്ഷാ സമയം 100-ാമത്തെ യാഗം ചെയ്യാണ്. ആ സമയത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല, ആയുധം എടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള ചീത്ത വിചാരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ബലിക്ക് ഇതിനൊരു അനുവാദം കൊടുക്കാൻ നിവൃത്തിയില്ല. ഇതറിയാവുന്നതായിട്ടുള്ള ഈ അസുരന്മാർ ബലി ഇപ്പോൾ ആയുധം എടുക്കില്ല. അപ്പോൾ ബലിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മളാണ്. ഈ വിഷ്ണു ഇവിടെ ബലിയെ ചതിച്ച്, നമ്മുടെ സ്വാമിയെ ചതിച്ച് എല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ യോഗ്യന്മാരായിട്ടുള്ളവരുണ്ടാവുമ്പോൾ ഈ വിഷ്ണുവിനെ നമ്മൾ വധിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യല്ലേ എന്ന് അവർ തമ്മിൽ തീരുമാനിച്ചു. എന്നിട്ട് ആയുധെടുത്തു. ബലിയുടെ അനുവാദം ഇല്ലാതെ കണ്ട്, സാധാരണ സ്വാമിയുടെ അനുവാദം ഇല്ലാതെ കണ്ട് സൈന്യങ്ങളൊന്നും ചെയ്യില്ല. ഇവിടെ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇത് യാഗസമയത്തായതുകൊണ്ടാണ്. ബലി ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഭർത്തുഹു അനുമതിയും ഹൃദയഹേ ആരബ്ധയുദ്ധ, അത് ഇല്ലാതെ കണ്ട് തന്നെ, അനുവാദം ഇല്ലാതെ കണ്ട് തന്നെ, ഉഭയതൈഹി ഒന്നിച്ചു കൂടിയതായിട്ടുള്ള ഈ ദൈത്യസംഘം, ഭവത് അനുചരൈഹി ആ സമയത്ത് ഭഗവാന്റെ പാർഷദന്മാരെല്ലാവരും കൂടിയിട്ട് വന്നു. അല്ല, ഭഗവാന്റെ പാർഷദന്മാർ അനവധി ഉണ്ട്. അവർ കുറച്ചാൾക്കാരെ വേണ്ടു ഈ ദൈത്യന്മാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ. സാധാരണഗതിയിൽ പാർഷദന്മാർ വരാറില്ല. ദേവന്മാരും അസുരന്മാരും തമ്മിലേ യുദ്ധം ചെയ്യാറുള്ളൂ. ഭഗവാന്റെ പാർഷദ വൃന്ദം യുദ്ധം ചെയ്യുന്നത് വേറെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ, എല്ലായ്പ്പോഴും ഇല്ല. അപ്പോൾ ഇവിടെ ഭഗവാന്റെ പാർഷദന്മാരൊക്കെ വന്നു. സംഗത അവരെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്തു? ഭംഗം ആപൻ ആശാഭംഗം പ്രാപിച്ചു. ഭഗവാന്റെ കൂടെ വന്നതായിട്ടുള്ള ഈ പാർഷദന്മാര് അങ്ങയുടെ അനുചരന്മാരോട് നേരിട്ടപ്പോൾ ആശാഭംഗം സംഭവിച്ചു. അവിടെ ബലിയുടെ കൂട്ടുകാരെന്നോ സൈന്യങ്ങളെന്നോ അവര് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ യുദ്ധം ചെയ്തു. അപ്പോൾ ബലിയുടെ ആൾക്കാർക്ക് ജയിക്കാൻ സാധിച്ചില്ല, അവർ തോറ്റു എന്നർത്ഥം. അതാണ് ആശാഭംഗം. അപ്പോൾ കാലാത്മാ അയം പുരതഃ വസതി, ഈ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അയം, ഈ ഭഗവാൻ പുരതഃ വസതി മുമ്പിൽ വസിക്കുന്നതായിട്ടുള്ള വയം നമ്മൾ പ്രാക്ക് ഇതിനു മുമ്പ് തന്നെ യദ്വശാത് യാതൊരാളുടെ ദയ കൊണ്ടാണോ ജിതാഹാസ്മ ജയിച്ചത്. ബലി പറയണേ, വഹ യുദ്ധൈഹി ഇതി കിം, നിങ്ങൾക്ക് യുദ്ധം കൊണ്ട് എന്താ ഫലം ഉണ്ടാവുക, എന്താ പ്രയോജനം? തേ ബലിഗിര പാതാളമാകൂ. ഇങ്ങനെ ബലിയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അവര് പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ പാർഷദന്മാരും വിഷ്ണു പാർഷദന്മാരും ബലിയുടെ സൈന്യവും കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു എന്നുള്ളൂ. അവിടെ യുദ്ധം ചെയ്തിട്ട് കലുഷിതമായിട്ടില്ല. എന്നാലും ചിലവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ പരാജയത്തെ അനുഭവിക്കുകയും ചെയ്തു. ആയുധപ്രയോഗം പുറമേക്ക് കാണണോ കാണണ്ടേ കണ്ടിട്ടില്ലേ ഇതൊന്നും വിഷയമല്ല, കാര്യം നടന്നില്ല. ബലിക്ക് ആവശ്യമില്ല, ബലി നിസ്സഹായനാണ്, യാഗദീക്ഷയിലായതുകൊണ്ട് യുദ്ധം ചിന്തിക്കുന്ന പോലുമില്ല. അനുവാദം കൊടുക്കാതെ കണ്ട് പുറപ്പെട്ടതായിട്ടുള്ള ഈ ദൈത്യന്മാർ
ആയുധം എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ വിഷ്ണു പാർഷദന്മാർ അവരെ തോൽപ്പിച്ചു. അപ്പോൾ അവർക്ക് ആശാഭംഗം വന്നു. ഇനി അവരെന്ത് ചെയ്യണം എന്ന് ആലോചിക്കണു. അപ്പോൾ ആ സമയത്ത് ബലി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇതാ നിൽക്കണു. ആ ഭഗവാന്റെ ദയ കൊണ്ടാണ് നമുക്ക് ഇത്രയും കാലം സ്വർഗത്തിൽ സുഖമായിട്ട് വസിക്കാൻ സാധിച്ചത്, സ്വർഗം ഭരിക്കാൻ സാധിച്ചത്, സ്വർഗസുഖങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്താ ഫലം ഉണ്ടാവുക? ഈ ഭഗവാനെ ജയിക്കാൻ സാധിക്കുമോ നമുക്ക്? ഭഗവാന്റെ ദയ കൊണ്ട് നമുക്ക് കുറച്ചു കാലം ഈ സ്വർഗസുഖങ്ങൾ അനുഭവിക്കാൻ സാധിച്ചു എന്നതല്ലേ സത്യം. അവർ ആ സമയത്ത് സാമം പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് ഉണ്ടായത് ബലി. അപ്പം അതുകൊണ്ട് ബലിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഏതായാലും ഇപ്പോൾ യുദ്ധം ഉണ്ടാവില്ല, വിഷ്ണുവിനെ ജയിക്കാൻ സാധിക്കില്ല. ബലി പറഞ്ഞു, നിങ്ങൾ പാതാളത്തിലേക്ക് പോയിക്കോളൂ. അപ്പോൾ ആ വാക്ക് കേട്ടുകൊണ്ട് അവർ പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ബലിയുടെ ഈ ഒരു തീരുമാനം, വിഷ്ണുവിനാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് അസുരന്മാർ സംശയിച്ചു എന്നത് തിരുത്തി കൊടുത്തു. ഞാൻ വിഷ്ണുവിനാൽ പരാജയപ്പെട്ടിരിക്കുകയല്ല, ഞാൻ വിഷ്ണുവിനെ ജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാവില്ല, കാരണം നിങ്ങൾ ഈ ഭക്തിഭാവത്തിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഈ ഭക്തിഭാവത്തിൽ എത്തണമെങ്കിൽ കുറച്ചുകൂടി കാലതാമസമുണ്ട്. എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കണം. ഇത് അവരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയില്ല. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു, അവരറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നമ്മൾ കുറച്ചു കാലം ഭഗവാന്റെ ദയ കൊണ്ടാണ് സ്വർഗത്തെ അനുഭവിച്ചത്. ഇപ്പോൾ ഭഗവാൻ ഇവിടെ മുമ്പിൽ നിൽക്കുക, നമുക്ക് തരാൻ ഉദ്ദേശിക്കണില്ല. ഇപ്പം നമ്മുടെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ഭഗവാന്റെ ഇച്ഛ എന്താണോ അതിനനുസരിച്ച് വഴങ്ങി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് പോയിക്കോളൂ, അവിടെ സുഖമാണല്ലോ. പാതാളത്തിലേക്ക് എന്തായാലും വിഷ്ണു വരില്ല, അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ സുഖമായിട്ട് ഭുജിച്ചോളൂ. എന്താ വെച്ചാൽ സുഖം അവിടെ എല്ലാ സുഖമുണ്ടേ, അത് ചെയ്തോളൂ, സുഖിച്ചോളൂ. ഇത് ഇപ്പോൾ ദേവന്മാർക്ക് കൊടുക്കേണ്ടി വരും. അതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സംശയമില്ലാതെ കണ്ട് അവർ പാതാളത്തിലേക്ക് പോയി. പിന്നെ ഇനി ആദ്യം എപ്പോഴാണ് അവസരം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ വരാം എന്നുള്ള നിലയ്ക്ക്, അത്രയേ ഉള്ളൂ. ഹേ ദേവ താവത് ദൈത്യഃ തു ഭർത്തുഃ അനുമതിം ഹൃദയേഃ ആരബ്ധയുദ്ധ ഉപേതൈഃ ഭവത് അനുചരൈഃ സംഗത ഭംഗം ആവൻ കാലാത്മാ അയം പുരതഃ വസതി അയം പുരതഃ വസതി വയം പ്രാക് മുമ്പ് പ്രാക് യദ്വശാത് ആരുടെ കയ്യിലുള്ളതാണോ ജിതാഹാസ്മ ആ ഭഗവാന്റെ ദയ കൊണ്ട് നമുക്കത് ജയിക്കാൻ സാധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. പ്രാക് യദ് വശാത് ജിതാഹ സ്മ വഹ യുദ്ധൈഹി ഇതി കിം. അങ്ങനെയുള്ള അവരോട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം വഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്നാണ്. നിങ്ങൾക്ക് യുദ്ധം ചെയ്തിട്ട് എന്താ ഒരു ഗുണം കിട്ടുക? ജയിക്കില്ല, ഉറപ്പാണ്. കാരണം ഇപ്പം ജയിച്ചു നിൽക്കുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ടാണ് വഹ യുദ്ധൈഹി ഇതി കിം തേ ബലിഗിര പാതാളമാകും. ഇങ്ങനെ ബലിയുടെ വാക്ക് കേട്ടപ്പോൾ അവർ പാതാളത്തിലേക്ക് പോയി. ഇത് അന്വയം. താവത് ദൈത്യാഹ തു അനുമതിം ഹൃദേ ഭർത്തുഃ ആരബ്ധ യുദ്ധ ദേവാഹ ഉഭേതൈഃ ഭവത് അനുചരൈഃ സംഗത ഭംഗം ആപൻ കാലാത്മാ അയം വസതി പുരതഃ യദ് വശാത് പ്രാക് ജിതാഹ സ്മഃ കിം വഹ യുദ്ധൈഹി ഇതി ബലിഗിര തേ അധ പാതാളം ആഹു എന്ന് പദച്ഛേദം. താവദ്ദൈത്യാസ്തു അനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവതനുചരൈഃ സംഗതാ ഭംഗമാവൻ കാലാത്മായം വസതി പുരതോ യദ്വശാൽ പ്രാഗ്ജിതാ സ്മ കിം വോ യുദ്ധൈരിതി ബലിഗിര തേധ പാതാളമാഹു. ഇനി 9ാമത്തെ ശ്ലോകം. പാശൈർബദ്ധം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തേയേകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയം ഭഗതോ മാനയന്നസ്തവീത്വാം. ഈ സമയത്താണ് പ്രഹ്ലാദൻ്റെ വരവും. ഭഗവാനോട് ഈ തൃപ്പാദം എൻ്റെ ശിരസിൽ വയ്ക്കണേ, 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വയ്ക്കണേ, എന്നിട്ട് വാക്ക് സത്യമാക്കി തീർക്കണേ, എന്നെ കടത്തിൽ നിന്നും മോചിപ്പിക്കണേ എന്ന് ബലിയുടെ അഭ്യർത്ഥന.
പ്രഹ്ലാദന് കേട്ടപ്പോൾ അത് വലിയ സന്തോഷമായി. കാരണം ഭഗവാന്റെ തൃപ്പാദം ശിരസിൽ വയ്ക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടണ്ടായില്ല, എൻ്റെ പേരക്കുട്ടിക്കെങ്കിലും കിട്ടിയില്ലോ. ഇതാണ് പതകപതിന. പതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി. അപ്പോൾ ആ പക്ഷത്തിൻ്റെ പക്ഷികളുടെ പതി ഗരുഡനാണ്. പതകപതിന, ഗരുഡൻ, പക്ഷികളുടെ രാജാവായിട്ടുള്ള ഗരുഡനാൽ പാശൈഹി, വരുണപാശം കൊണ്ടാണെന്നാണ്. വരുണപാശം കൊണ്ട് കെട്ടി, ബദ്ധം ദൈത്യം, ആ കെട്ടപ്പെട്ടതായിട്ടുള്ള ദൈത്യനെ, കയറ് കൊണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നാഗപാശാവാം, വരുണപാശാവാം, ഏതായാലും മണ്ടില്ല, ഏതായാലും കെട്ടി. അങ്ങനെ പാശൈഹി ബദ്ധം ദൈത്യം ഭഗവാന്റെ ഒരു സംജ്ഞയാണ്. ഈ ബലി നീ എവിടേക്കെങ്കിലും ഓടിപ്പോവും, അതുകൊണ്ട് നീ കെട്ടിട്ടോ എന്ന് തൻ്റെ പാർഷദരിൽ മുഖ്യനായിട്ടുള്ള വാഹനമായിട്ടുള്ള ഗരുഡനോട് വിഷ്ണു ഒന്നിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ ആജ്ഞ പാലിക്കുക എന്നുള്ളത് പാർഷദന്മാരുടെ ഒക്കെ നിയമമാണ്. അപ്പോൾ ഗരുഡൻ ഈ മഹാബലിയെ കെട്ടിയിട്ടു. പതകപതിന പാശൈഹി ബദ്ധം ദൈത്യം, ആ മഹാബലിയോട് ത്വം ഉച്ചൈഹി അവാദീഹി, ആ സമയത്ത് ഭഗവാൻ ഉറക്കെ മേഘഗംഭീര ശബ്ദത്തിൽ പറഞ്ഞു എന്നാണ്. ഇനി പറയാൻ പോണതാ രസം. അവിടുന്ന് വളരെ ഉറച്ചതായിട്ടുള്ള ശബ്ദത്തിൽ ഇപ്രകാരത്തിൽ പറഞ്ഞു: മമ താർത്തീയികം പദം ദിശ, എൻ്റെ താർത്തീയികം മൂന്നാമത്തേത്, തൃതീയം ആയിട്ടുള്ള ഈ പാദം, മമ താർത്തീയികം, എനിക്ക് മൂന്നാമത് വെക്കാനുള്ളതായിട്ടുള്ള സ്ഥലത്തെ, എൻ്റെ മൂന്നാമത്തെ അടി വെക്കണ്ടേ, ആ തൃപ്പാദം വെക്കാനുള്ള സ്ഥലം, പദം ദിശ, അത് കാണിച്ചെന്നാലും. എവിടെയാ പറയൂ? മമ താർത്തീയികം പദം ദിശ, എൻ്റെ മൂന്നാമത്തെ അടി വെക്കാനുള്ളതായിട്ടുള്ള ഈ സ്ഥാനത്തെ കാണിച്ചെന്നാലോ. താർത്തീയികം എന്നുള്ള തൃതീയത്തിൽ നിന്ന് ഉണ്ടായതാണ്. അത് വെക്കാനുള്ള സ്ഥലം എവിടെയാണ്? അത് കാണിച്ചൊരു ദിശ, കാണിച്ചൊരു സ്ഥലം എവിടെ? വിശ്വേശ്വര കിം നാസി, നീ വിശ്വേശ്വരൻ എന്നല്ലേ പറഞ്ഞത്? ഈ വിശ്വത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള ഞാൻ അങ്ങ് എന്താണോ ചോദിക്കുന്നത് അത് മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇത്തിരിയേ വേണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി അല്ല, മുഴുവൻ ചോദിച്ചോളൂ. കാരണം പിന്നീട് വേറെ ആൾ ചോദിക്കേണ്ട, അവമാനം വരും എന്നൊക്കെയല്ലേ പറഞ്ഞത്. നീ വിശ്വസിൻ്റെ സ്വാമിയെന്നല്ലേ പറഞ്ഞത്. ഇപ്പം എനിക്കിത് 2 അടി ഞാൻ അളന്നു, ഇനി മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. ഞാൻ എന്താ ചെയ്യേണ്ട? കാണിച്ചൊരു സ്ഥലം എവിടെയാണെന്നുള്ളത്. വിശ്വേശ്വര കിം ന അസി, ഇങ്ങനെ ഒന്നുമല്ലാത്തവനാക്കി കളിയാക്കി എന്നർത്ഥം. വിശ്വത്തിൻ്റെ ഈശ്വരനല്ലേ ഭഗവൻ മൂർത്തി പാദം പ്രണയ. അപ്പം ആ സമയത്ത് ബലിക്ക് യാതൊരു സംശയം ഉണ്ടായില്ല കേട്ടോ. അല്ലയോ ദേവ, എൻ്റെ ശിരസിൽ അവിടുത്തെ മൂന്നാമത്തെ തൃക്കാലടി വെച്ചാലും. അപ്പോൾ ഇവിടെ ബ്രഹ്മാണ്ടം നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഏതായി പാദം, ഊർത്തലോകം നിറഞ്ഞു നിൽക്കുകയാണ് ഈ പാദം. അപ്പോൾ ആ സമയത്ത് ആ പാദം ഇവിടെ ബലിയുടെ ശിരസിൽ വെച്ചാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ അവിടെ പറഞ്ഞിട്ടുമില്ല, പറയാതെ കണ്ട് ഈ കാര്യം നടക്കുകയും ചെയ്യും. എന്താ, അത് വാമനനായിട്ട് വരൂ അങ്ങ് ആദ്യം, എന്നിട്ട് ആ മൂന്നാമത്തെ തൃപ്പാദം എൻ്റെ ശിരസിൽ വയ്ക്കൂ. ഭഗവൻ മൂർധ്നി പാദം പ്രണയ, ഇങ്ങനെ അങ്ങയുടെ ഈ തൃപ്പാദം അത് എൻ്റെ ശിരസിലേക്ക് നയിച്ചാലും, മൂന്നാമത്തെ അടി എൻ്റെ ശിരസിലേക്ക് നയിച്ചാലും ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ മൂന്നാമത്തെ കാലം എൻ്റെ തലയിൽ വെച്ചോളൂ. ഇനി അകമ്പം വദന്ത, ഇതി അകമ്പം, ഇത് ഇങ്ങനെ അകമ്പം, കമ്പനം ചെയ്യാത്ത രീതിയിൽ ഉറപ്പിച്ച് പറഞ്ഞു. ഒരു മനഃശാഞ്ചല്യം ഇല്ലാതെ കണ്ട് വദന്തം, ഇങ്ങനെ പറയുന്നതായിട്ടുള്ള വദന്തം, പറയുക, തം, ആ അസുരനെ അല്ലെങ്കിൽ ആ ആളെ എന്നർത്ഥം. അപ്പോൾ അവിടെ വദന്തം, ഇങ്ങനെ പറയുന്നതായിട്ടുള്ള തം, വദന്തം തം, ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ആ മഹാബലിയെ മാനയൻ, നന്നായിട്ട് ആദരിക്കുന്ന രീതിയിൽ ഭഗവാനും കണക്കാക്കി, പാർഷദരും കണക്കാക്കി, ഋഷികള്, ദേവന്മാര് എല്ലാവരും കണക്കാക്കി, ഗുരു കണക്കാക്കി, സ്വയം ഉപഗത, താൻ തന്നെ അടുത്തെത്തിയ അല്ലെങ്കിൽ തൻ്റെ തന്നെ അടുത്തെത്തിയതായിട്ടുള്ള പ്രഹ്ലാദ ത്വാം അസ്തവീത്, ആ പ്രഹ്ലാദൻ അങ്ങയെ നന്നായിട്ട് സ്തുതിച്ചു. എല്ലാവരും ഇതേപോലെ ബലിയുടെ ഈ ഒരു മനോഭാവത്തെ, ഭഗവാന്റെ ഈ അനുഗ്രഹത്തെ സ്വീകരിക്കാനുള്ള അർഹത നേടിയതായിട്ടുള്ള ഒരു ഭാഗ്യത്തെ, ഭഗവാനും അതേ ലോകത്തെ മുഴുവൻ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരത്തിൽ എന്ന് കാണിച്ചു കൊടുത്ത, എന്താ ഇപ്രകാരത്തിൽ, ഇതാ എൻ്റെ ശിരസ്, എൻ്റെ തൃപ്പാദം, ഇതാ ഭഗവാൻ, എൻ്റെ ഈ തൃപ്പാദം ബലിയുടെ ശിരസിൽ ഇതാ ഞാൻ വയ്ക്കാൻ പോകുന്നു.
ഭഗവാന്റെ തൃപ്പാദം നമ്മുടെ ശിരസിൽ വയ്ക്കുക എന്നത് അതിൽ കവിഞ്ഞ മറ്റൊരു ഭാഗ്യം ഇല്ല. ഈ ലൗകിക രീതിയിൽ കണക്കാക്കരുത്. ഭഗവാന്റെ തൃപ്പാദത്തിൽ നമുക്ക് എത്താൻ കൂട്ടിയേ പറ്റില്ല. ഭഗവാന്റെ തൃപ്പാദത്തെ നമസ്കരിക്കാനോ തൃപ്പാദത്തെ പാദം കഴുകാനോ നമ്മൾ കൂട്ടിയേ പറ്റില്ല. അത് കണ്ണീര് കൊണ്ട് കഴുകാൻ സാധിക്കുക എന്നത് ഇവിടെ കയറുകൊണ്ട് കെട്ടിയിട്ട് വെക്കുക. ആ സമയത്ത് തല കുമ്പിടാനും കൂടി നിർത്തിയില്ല. അപ്പോഴാണ് ഭഗവാന്റെ തൃപ്പാദം ശിരസിലേക്ക് അങ്ങോട്ട് വരുന്നത്. അത് ഭാഗ്യം തന്നെയാണ്. അപ്പം അത് ആ ഭാഗ്യം ഈ മുത്തശ്ശന് കിട്ടിയിട്ടില്ല, പ്രഹ്ലാദന് കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങയാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഈ സർവ്വസമ്പത്ത് അത് അനുഭവിച്ചപ്പോൾ ലേശം അതും വന്നുവോ എൻ്റെ പേരക്കുട്ടന്, അത് അങ്ങ് തന്നെ തീർത്തുവല്ലോ. ഇതിലും കൂടുതൽ എന്ത് ഭാഗ്യ വേണ്ട ഞങ്ങൾക്ക്. അങ്ങനെയുള്ള ഭക്തവത്സലനായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ നന്നായിട്ട് തന്നെ ഭഗവാനെ സ്തുതിച്ചു, നമസ്കരിച്ചു. ബലിക്ക് വേണ്ടിയിട്ട് താനും നമസ്കരിച്ചു. മാത്രമല്ല ബലിയെ ഒന്ന് പുകഴ്ത്തി. എനിക്ക് ബലിയോളം ഭക്തി ഉണ്ടായില്ലല്ലോ, ബലിയോളം വളരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, ബലിക്ക് കൊടുത്ത അത്രയും അനുഗ്രഹം ഭഗവാൻ എനിക്ക് തന്നില്ലല്ലോ. അപ്പോൾ ബലിയാണ് മീതെ പ്രഹ്ലാദനേക്കാൾ ഭക്തിയുടെ ഭാവത്തിൽ സർവസ്വദാനം ചെയ്തു. അപ്പോൾ മുഴുവനായിട്ട് കൊടുത്തു എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ്. സ്വയം ഉപഗത പ്രഹ്ലാദ ത്വാം അസ്തവീത്. നന്നായിട്ട് തന്നെ ഭഗവാനെ പ്രഹ്ലാദൻ സ്തുതിക്കുകയും ചെയ്തു. പാശൈർബദ്ധം പദഗപദിന ദൈത്യമുച്ചൈഃ അവാദി താർത്തീയേകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ മാനയന്നസ്തവി ത്വാം. അപ്പോൾ ഗരുഡനാൽ ഇങ്ങനെ പാശങ്ങളാൽ കയറിനാൽ കെട്ടപ്പെട്ടതായിട്ടുള്ള ആ മഹാബലിയായിട്ടുള്ള ദൈത്യനോട് അവിടുന്ന് വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ മൂന്നാമത്തെ അടി വയ്ക്കാനുള്ള ഈ സ്ഥാനം കാണിച്ചു തരൂ. നീ വിശ്വേശ്വരൻ എന്നല്ലേ പറഞ്ഞത്, എനിക്കിപ്പോൾ മൂന്നാമത്തെ അടി എവിടെ വയ്ക്കണം വെച്ചില്ല, ഞാൻ 2 അടി കൊണ്ട് ഇതൊക്കെ കളഞ്ഞിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഈ ബലി പറഞ്ഞു, അല്ലയോ ദേവ, എൻ്റെ ശിരസിൽ അവിടുത്തെ ഈ തൃക്കാല് വയ്ക്കാൻ അങ്ങ് എന്നോട് കരുണ കാണിക്കണേ. ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ ഒരു സംശയവും കൂടാതെ കണ്ട്, കുലുങ്ങാതെ കണ്ട്, കമ്പനം വരാതെ കണ്ട് പറഞ്ഞ ആ മഹാബലിയെ ആദരിച്ചു എല്ലാവരും. ആ സമയത്ത് പ്രഹ്ലാദനും അവിടെ എത്തി, മുത്തശ്ശൻ. എന്നിട്ട് ഭഗവാനെ നല്ലോണം സ്തുതിച്ചു. ബലിയുടെ അത്രയും ഭക്തി എനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് പ്രധാനം. പാശൈഹി ബദ്ധം പദഗപദിന ദൈത്യം ഉച്ചൈഹി അവാദീഹി താർത്തീയേകം ദിശ മമ പദം കിം ന വിശ്വേശ്വരഃ അസി. പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം പ്രഹ്ലാദ തം സ്വയം ഉപഗത മാനയൻ അസ്തവീത് ത്വാം എന്ന് പദച്ഛേദം. പാശൈർബദ്ധം പദഗപദിന ദൈത്യമുച്ചൈരവാദീസ്താർത്തീയേകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയം ഉപഗതോ മാനയൻ അസ്തവീത്വാം. ഇനി 10ാമത്തെ ശ്ലോകം. ദർപ്പോച്ഛിദ്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈഃ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായോജ്യം ഭജ ച പുനരിത്യന്വഗൃഹാ ബലിം തം വിപ്രൈസാന്താനിതമഖവര പാഹി വാതാലയേശാം. വിഹിതം അഖിലം. ഈ ഭഗവാനാൽ ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും, വിഹിതം എന്നുള്ളതിന് ധാരാളം അർത്ഥം. ഇവിടെ വിഹിതം എന്നുള്ളതിന് ഇപ്പോൾ എന്താണോ ഭഗവാൻ ചെയ്തത്, ഭഗവാന്റെ വിഹിതമായിട്ട് ഭാഗമായിട്ട് എന്താണോ ഇപ്പോൾ ചെയ്യപ്പെട്ടത് കർമ്മത്തിൽ, അപ്പോൾ ആ വിഹിതം അഖിലം ഇത് മുഴുവൻ ഇപ്പോൾ ദർപ്പോച്ഛിത്യൈ, ഈ ബലിയുടെ ദർപ്പത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയായിരുന്നു. ദർപ്പ ഉച്ഛിത്യൈ, ദർപ്പത്തെ ഇല്ലാണ്ടാക്കാം, അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാം. ദൈത്യ, അല്ലയോ മഹാബലേ, ത്വം പുണ്യൈഹി, അങ്ങ് പുണ്യകർമ്മങ്ങളെ കൊണ്ട് സിദ്ധഃ അസി, സിദ്ധനായിരിക്കുന്നു. പ്രഹ്ലാദനോടും ബലിയോടും കൂടിയിട്ടാണ്, എന്തായാലും ബലിയോടും പറഞ്ഞു. ദൈത്യ ത്വം പുണ്യൈഹി സിദ്ധഃ അസി തേ വാസവത്വം അസ്തു. അങ്ങ്, അല്ലയോ ബലേ, അങ്ങ് ഇന്ദ്രനായിട്ടിരിക്കൂ. വസുക്കളുടെ
നേതാവായിക്കൊണ്ടിരിക്കൂ. വാസവത്വം, വസുക്കളായിട്ട് അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രൻ കിഴക്ക് ദിക്ക് പാലിക്കുന്നവനാണ്. അഷ്ടവസുക്കളാണ് അഷ്ടദിക്പാലകന്മാർ. അപ്പോൾ കിഴക്ക് ദിക്ക് പാലിക്കുക എന്ന അവസ്ഥ ഇന്ദ്രനാണ്. ഇന്ദ്രൻ്റെ അടുത്തത് ഈ സ്വർഗത്തെ ഭരിക്കുക എന്നതാണ്. 3 ലോകത്തെയും ഭരിക്കുക എന്നതാണ്. 14 ലോകത്തെയും ഭരിക്കുക എന്നതാണ്. അപ്പോൾ ആ ഇന്ദ്രപദവിയിലേക്ക് അങ്ങ് ഉയർന്നിരിക്കുന്നു. തേ വാസവത്വം അസ്തു, അങ്ങ് ഇന്ദ്രനായിരിക്കുക. പശ്ചാത്, അതിനുശേഷം തേ ത്രിദീവ വിജയി, അങ്ങ് 3 ലോകത്തെയും ജയിക്കുന്ന. ത്രിലോക വിജയി, ഇപ്പോൾ ജയിച്ചിട്ടില്ലേ? ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്, പക്ഷെ ഭരിക്കാനുള്ള അവകാശം ഇപ്പം ഇല്ല. എന്താ കാരണം? പുരന്തരൻ എന്നുള്ള ഇന്ദ്രൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ഇന്ദ്രനായിട്ട്, 8ാമത്തെ ഇന്ദ്രനായിട്ട്, ഇപ്പോൾ 7ാമത്തെ മന്വന്തരാണ്. 7ാമത്തെ മന്വന്തരത്തിലാണ് പുരന്തരൻ എന്നുള്ള ഇന്ദ്രൻ. അത് എത്ര കാലമാണോ ഈ മന്വന്തരമുള്ളത് അത്രയും കാലം ഇന്ദ്രന് മറ്റെന്തൊക്കെ കോട്ടങ്ങളുണ്ടായാലും ഭരണം ഇന്ദ്രൻ്റെ തന്നെയാണ്. ഇന്ദ്രൻ്റെ നിയന്ത്രണത്തിലാണ് ഭരണം മുഴുവൻ വരിക. അപ്പോൾ അടുത്ത ഇന്ദ്രനായിട്ട് അങ്ങ് ഇപ്പോഴേ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സുതലത്തിലാണ് ചെന്നിരിക്കേണ്ടത്. അത് ഭഗവാന്റെ അധോലോകത്തിലുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലമാണ് സുതലം. അതലം, വിതലം, സുതലം. മൂന്നാമത്തേതായിട്ട് ഈ സുതലത്തിൽ പോയിട്ടിരുന്നോളൂ. അവിടെ സ്വർഗത്തിലുള്ളവർ പോലും പ്രാർത്ഥിക്കുന്നു. സുതലം സ്വർഗേഭി പ്രാർത്ഥ്യം എന്നാണ്. അപ്പോൾ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം അവിടെ കൊടുത്തത്. ഇന്ദ്രനാവാൻ പറഞ്ഞു, സ്വർഗത്തേക്കാ സുഖം അനുഭവിച്ചോളാൻ പറഞ്ഞു. ഒരു പണിയില്ല, ഉണ്ണ ഉറങ്ങുക. അപ്പോൾ പറഞ്ഞു, വെറുതെ ഉണ്ണ ഉറങ്ങായിട്ട് വേണ്ട, ഞാൻ അവിടെ ഗോപുരത്തിൽ കാവൽക്കാരനായിട്ടിരിക്കാം. വല്ല ചീത്തകളും വരാച്ചാൽ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് രാവണൻ വന്നു നോക്കി. രാവണൻ വേഗം പോയി അവിടുന്ന്. ഭഗവാന്റെ തൃക്കാലിൻ്റെ തള്ളവരിൽ ഒന്നിങ്ങനെ ഞോണ്ടിയല്ലോ. അപ്പോൾ തിരിച്ച് ലങ്കയിലെത്തി രാവണൻ. അങ്ങടത്തെ ബുദ്ധിമുട്ടി, ഇങ്ങടത്തെ ഒരു വിഷമം ഉണ്ടായില്ല. അപ്പോൾ ഒരു ചീത്തയും അങ്ങേ ബാധിക്കില്ല. അങ്ങനെ ഞാൻ കാവക്കാരനായിട്ട് നിന്നോളാം. മാത്രമല്ല ആസുര ഭാവങ്ങൾ ഏതെങ്കിലും നീ വന്നിട്ട് കൂട്ടുകൂടിയിട്ടേ അത് ചീത്തയാക്കാൻ ശ്രമിക്കില്ല. ശ്രമിച്ചാൽ ഞാൻ അവരെ ഇതുപോലെ തടുത്തോളാം. മാത്രമല്ല അങ്ങയെ ഞാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? എല്ലാ കൂടെയുള്ള എല്ലാവരെയും ഞാൻ സാനുഗം സപരിച്ഛദം രക്ഷിഷ്യേ സർവദോഹം ത്വാം, രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം. അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. അങ്ങയുടെ കൂടെ ആരൊക്കെയാണോ ബന്ധുമിത്രാദികളോ എല്ലാവരും ഉണ്ടാവും. ആരാച്ചായിക്കോട്ടെ, അങ്ങക്ക് ഇനി ചീത്ത എന്നുള്ളതൊന്നും വരില്ല. അങ്ങനെ ഞാൻ അനുഗ്രഹിക്കണമെന്നാണ്. ഇനി ഇതിൽ കൂടുതൽ എന്താ കൊണ്ട്? നമുക്ക് പെട്ടെന്ന് എന്താ ഈ കാമാണ് നമ്മളെ കൊടുക്കണത്. കാമമില്ലാത്ത അവസ്ഥയിൽ ശരീരം ഉണ്ടായാൽ എന്താ കുഴപ്പം? ശരീരം ഇല്ലാണ്ട് ചെയ്യാൻ എന്താ കുഴപ്പം? കാമാദികളില്ലാത്ത ഭാവത്തിൽ നമുക്ക് നെഗറ്റീവ്സ് യാതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടാവില്ല, ശരീരത്തിനോ രോഗം ഉണ്ടാവില്ല, മറ്റ് യാതൊരു വിഷമങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ പിന്നെ ഭൂമിയിലായ എന്താ, ഈ ബ്രഹ്മാണ്ടത്തിൽ എവിടെയായ എന്താ, വൈകുണ്ഠത്തിലായ എന്താ, അവധൂത വേഷത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാം. അത്രയേ ഉള്ളൂ. ഒന്നും അറിയില്ല. നാരദനെ പോലെ എല്ലാ ദിക്കിലും എത്താം. എവിടെ ചെന്നാലും ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല. ചെയ്യാൻ വരണതിൻ്റെ മുന്നേ ആൾ മറയാള സ്വാതന്ത്ര്യമുണ്ട്. 23 സിദ്ധികൾക്ക് ഉടമയാവും. ഭഗവാന്റെ തൊട്ട് താഴെയുള്ളൊരവസ്ഥയാണ്. അങ്ങനെയൊക്കെ ജീവിക്കാച്ചാൽ പിന്നെ എന്താ പ്രയാസം? എന്താ തോന്നിയതൊക്കെ ചെയ്യാം. കാമമില്ലാത്തതുകൊണ്ട് ഈ സ്ത്രീ വിഷയമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ ഉറങ്ങണമെന്നോ ഇതൊന്നും ഉണ്ടാവില്ല. ദേഹബോധം ഉണ്ടാവില്ല. ദേഹബോധം ഉണ്ടെങ്കിൽ ഉണ്ണ ഉറങ്ങുകയൊക്കെ വേണ്ടേ. അപ്പോൾ ദേഹബോധം ഇല്ല. എന്നാൽ ദേഹം ഇല്ലേ? മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒരു ദേഹം ഉണ്ടേനി. അത് ഒരേപോലെയാണോ ഇരിക്കുക? അല്ല, ഏത് രൂപത്തിലാച്ചാൽ ആ രൂപത്തിലാണ്. അത്രയേ ഉള്ളൂ. ഇവിടെ നാരദൻ ഇങ്ങനെയൊക്കെയാണ്, വീണയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അവിടെ ചെന്ന വൈകുണ്ഠത്തിൽ ചെന്നാൽ വൈകുണ്ഠത്തിൻ്റെ പാർഷദ സമ്പ്രദായത്തിലാണ്. ദേവിയുടെ അവിടെ ചെന്നാൽ ആ രീതിയിലാണ്. ശിവന്റെ അടുത്ത് ചെന്നാൽ ശിവഭൂത ഗണങ്ങളുടെ പോലെയാണ്. ഏത് രൂപം വേണിച്ചാൽ അവിടെ കിട്ടും. അത്രയേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ നാരദനെ അങ്ങനെ കാണുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള തേ വാസവത്വം അസ്തു പശ്ചാത്തത്തെ ത്രിദീപ വിജയി ലോക അസ്തു. അങ്ങനെ 3 ലോകത്തെയും ജയിക്കുന്നതായിട്ടുള്ള അവസ്ഥയും അങ്ങയ്ക്ക് ഉണ്ടാവട്ടെ. അതിനുശേഷമോ മത്സായുജ്യം ഭജ, പുനഃ മത്സായുജ്യം ച ഭജ, എന്നിലേക്ക് അങ്ങോട്ട് ലയിക്കുകയും ചെയ്തോളൂ. അപ്പോൾ അടുത്ത മന്വന്തരം ഭരിച്ചതിൻ്റെ ശേഷം ബലിക്ക് മുക്തിയാണ്. ഇതി തം ബലിം അനുഗൃഹ, ഇങ്ങനെ നന്നായിട്ട് തന്നെ ബലിയെ അനുഗ്രഹിച്ചു. അല്ലയോ വാതാലയേശ വിപ്രൈഹി സാന്താനിതമഖവര ത്വം പാഹി,
അല്ലയോ ഗുരുവായൂരപ്പ, ഈ ബ്രാഹ്മണരാൽ നടത്തപ്പെട്ടതായിട്ടുള്ള മഹായജ്ഞത്തോടു കൂടിയിട്ട് സാന്താനിത മഖവര വൈകുണ്ഠത്തിലേക്ക് ശ്രീരാമൻ്റെ വൈകുണ്ഠം എന്നുള്ളത് സാന്താനികം എന്നുള്ള ഇതാണ്. എന്ന് വെച്ചാൽ ദുഃഖല്യ വൈകുണ്ഠം തന്നെയാണ്. അപ്പോൾ ആ വൈകുണ്ഠത്തിലേക്ക് ഈ എത്താൻ വേണ്ടിയിട്ടുള്ള മഖം യാഗം, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യാഗം 100ാമത്തെ യാഗം, ആ സന്താനിത മഖവര വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള യാഗം എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള ആ യാഗത്തിലാണ് ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് വരത്തെ അനുഗ്രഹത്തെ ബലിക്ക് കൊടുത്തത്. ആ വരീയനായിട്ടുള്ള ഈ ഭഗവാനെ മഹാവിഷ്ണു അങ്ങല്ലേ ഇപ്പോൾ ഈ ഗുരുവായൂരമ്പലത്തിൽ ശ്രീകൃഷ്ണനായിട്ടിരിക്കുന്നത്. അങ്ങ് ത്വം പാഹി, ത്വം മാം പാഹി, എന്നെ മേൽപ്പത്തൂർ പറയാണ്, അങ്ങ് എന്നെ രക്ഷിച്ചാലും. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായോജ്യം ഭജ ച പുനരിത്യന്വഗൃഹാബലം ബലിം തം വിപ്രൈ സാന്താനിതമഖവര പാഹി വാതാലയേശ. വിഹിതം അഖിലം ദർപ്പോച്ഛിത്യൈ ദൈത്യ ത്വം പുണ്യൈഃ സിദ്ധഃ അസി തേ വാസവത്വമസ്തു പശ്ചാത് തേ ത്രിദിവ വിജയീ ലോകഃ അസ്തു പുനഃ മത്സായുജ്യം ച ഭജ ഇതി ത്വം തം ബലിം അനുഗൃഹഃ. ഹേ വാതാലയേശ വിപ്രൈഃ സാന്താനിതമഖവരഃ ത്വം മാം പാഹി എന്ന അന്വയം. ദർപ്പ ഉച്ഛിത്യൈ വിഹിതം അഖിലം ദൈത്യ സിദ്ധഃ അസി പുണ്യൈഃ ലോകഃ തേ അസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത് സായുജ്യം ഭജ ഇതി ച പുനഃ ഇതി അന്വഗൃഹ ബലിം തം വിപ്രൈഃ സാന്താനിതമഖവര പാഹി വാതാലയേശ എന്ന് പദച്ഛേദം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈ ലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ ച പുനരിത്യന്വഗൃഹ ബലിം തം വിപ്രൈ സാന്താനിതമഖവര പാഹി വാതാലയേശ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ 10 ശ്ലോകങ്ങളെ കൊണ്ട് ഈ വാമനാവതാര ചരിതം കഴിഞ്ഞു. ഇനി ഒരു ദശകത്തെ കൊണ്ട് മത്സ്യാവതാര ചരിതമാണ് ഭാഗവതത്തിലെ ഒരധ്യായത്തിൽ 24ാമത്തെ അധ്യായത്തിലായിട്ട് 8ാമത്തെ സ്കന്ധത്തിൽ അഷ്ടമത്തിൽ 24. അത് നാളെ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ.